മറ്റാരും കാണുന്നില്ലല്ലോ. എത്ര നേരമായി? നേരം വെളുക്കുന്നതും ഇള്ളുന്നതും ഒന്നും അറിയാത്ത സാധനമാണല്ലോ. വിശപ്പും ദാഹമൊന്നും അറിയുന്നില്ലേ? ഉണരും വരെ ഒന്ന് കാത്തിരിക്കാം. അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചു നോക്കാം. കുഞ്ഞെങ്ങനെ ഇവിടെ എത്തി? കാറ്റിന്റെ കൈപിടിച്ച് വന്നതാ. ഒടുവിൽ ഇവിടെ എത്തി. എന്താ പേര്? പല പേരും വിളിക്കും. കുഞ്ഞേന്ന് വിളിച്ചാ മതി. ഇവിടെ വന്നത്? ഞാവൽപ്പഴം തേടി വന്നതാ. വലിയ ഇഷ്ടമാ. അച്ഛനും അമ്മ അറിഞ്ഞില്ല. ഓ, അവരൊക്കെ എവിടെയാണ്? പൂമലയ്ക്കും തേന്മലയ്ക്കും അപ്പുറമാ. അവരറിയും മുമ്പേ തിരിച്ചെത്തണം. എവിടെയൊക്കെയോ കണ്ട മുഖം, കേട്ട സ്വരം. ഞാനൊരു നാട് കാണിയാ. ഊടി തണ്ടിയാ. പലയിടത്തും കണ്ടിരിക്കാം. ആരാണ് കുഞ്ഞിന്റെ ഗുരു? അച്ഛൻ തന്നെ. നമുക്കറിയാം. അച്ഛനെ അറിയുമോ? എല്ലാരും അറിയുന്ന ആളല്ലേ. അന്തിപ്പോന്തിങ്കളുന്തി തിരുമുടി തിരുകിച്ചൂടിയാടും ഭണത്തിൻ ചന്തം ചിന്തും നിലാവിനൊളിവെളിയിൽ വിയദ്ഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചെന്തീ മിഴിച്ചെങ്കതിർ നിര ചൊരിയിച്ചന്ധകാരാനകറ്റി ചിന്താസന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിടേണം. നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിടേണം. ബൃഹദാകാശത്തൊടു തൊട്ടു നിൽക്കുമോർജസാരം കടലാഴവും കൈതൊഴുമാത്മബോധം പരമപ്രകാശമഖിലം ഗുരുസന്നിധാനം പകരുന്നിനി ശിഷ്യജന്മമേ സനാഥം. ഞങ്ങൾക്ക് ഉത്സവമാണ്. അതെന്താ പ്രത്യേകിച്ച്? ഞങ്ങൾ സ്വാമിയെ കണ്ടല്ലേ, കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയോ? അരുവിപ്പുറത്തെ വിശേഷം കായിക്കരയിലെത്തി. എല്ലാവരും സന്തോഷത്തിലാ.
സന്തോഷം നല്ലതാ, അതിനൊപ്പം അറിയണം. ആദ്യം സ്വയം അറിയണം, പിന്നെ അറിവ് നേടണം. അരുവിപ്പുറത്തുകാര് പുണ്യം ചെയ്തവരാ, തൊഴാൻ തേവനെ കിട്ടിയല്ലേ. അരുവിപ്പുറത്തുകാർ മാത്രമല്ല, എല്ലാവരും പുണ്യം ചെയ്തവരാ. തൊഴാൻ ഒരുങ്ങിയാൽ ദൈവം മുന്നിലെത്തും. കുറെ പേര് എതിർക്കാനും കലഹത്തിനും വന്നതും കേട്ട്. കട്ടിപിടിച്ചിരിക്കുന്ന മഞ്ഞുകട്ടയല്ലേ, വെയിലുറയ്ക്കുമ്പോൾ താനേ ഒരുക്കിക്കൊള്ളും. മുന്നിലേക്ക് വരൂ. നാളെ മുന്നേറേണ്ട ആളാണ്. വലിയ ഭക്തനാണ്, സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. എന്താ പേര്? കുമാരൻ. കവിതാവാസനയുണ്ട്. അതൊരു നല്ല വാസനയാണല്ലോ. എഴുതിയത് എന്തെങ്കിലും ചൊല്ലാമോ? ചൊല്ലാൻ മാത്രം മേന്മയുണ്ടോന്നറിയില്ല. അത് കേൾവിക്കാരല്ലേ വിലയിരുത്താൻ. മടിക്കണ്ട, ചൊല്ലിക്കോളൂ. ഏണനേർമിഴികളോട് മന്മഥൻ ബാണവൈഭവം എടുത്തടിക്കിലും ഇതാ, ഇത് വഞ്ചിവിലാസം അമ്മാനപ്പാട്ട്. ഇതോ? ഉമാകല്യാണ നാടകം. രാവിലെയും സന്ധ്യയ്ക്കൊക്കെ കടപ്പുറത്തിരുന്ന് പാടുന്ന കേൾക്കാം. കയ്യക്ഷരം കൊള്ളാം, കവിത്വവും ഉണ്ട്. പക്ഷേ ഇത് രണ്ടും ഉണ്ടെങ്കിലും എന്താണ് സ്വാമി മുഴുമിക്കാത്തത്? ശൃംഗാര പദ്യങ്ങൾ എഴുതരുത്. കവിത തെന്നിപ്പോകുന്ന പായല അത്. കുമാരന് മനസ്സിലായി എന്ന് കരുതുന്നു. കുമാരൻ കവിതയുടെ രാജാവാകും. ഭാവനയുടെയും ചിന്തയുടെയും സാമ്രാജ്യം വിശാലമാക്കണം. അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം. അതെപ്പോഴും ഉണ്ട്. ചിന്തകളാൽ സദാ ദേവിയെ പൂജിക്കൂ, ജനനി കടാക്ഷിക്കും. നദികൾ സദാ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. എന്താണ് സ്വാമി? നിരന്തരമായ കർമാനുഷ്ഠാനം. ശരിയാണ്, ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മലവിട്ടിറങ്ങിയ കടലെന്നൊരു ലക്ഷ്യമേ ഉള്ളൂ. രണ്ട് കരകളുണ്ടെങ്കിലും ഒഴുകുമ്പോ നദി ഒന്നേ ഉള്ളൂ. അതാണ് ശരിയായ അദ്വൈതം. കുറച്ചു പേര് വരുന്നുണ്ട്, സ്വാമിയെ കാണാനാവും. അവർ നമ്മയല്ല, നാം അവരെയാണ് കാണുന്നത്. വരട്ടെ. സ്വാമി ഒന്ന് കാണാൻ വന്നതാ. എവിടുന്നാണ് വരുന്നത്? ക്ഷേത്രത്തിൽ നിന്നാ. ചെറിയൊരു തർക്കമുണ്ട്. ജ്ഞാനം നേടാൻ വേണ്ടിയുള്ള തർക്കം ഗുണം ചെയ്യും. ഇത് അത്തരത്തിലുള്ള തർക്കമല്ല സ്വാമി. അപ്പോ അന്യർക്ക് ഗുണം ചെയ്യുന്നതല്ല അല്ലേ? ക്ഷേത്രത്തെ ചൊല്ലിയാണ് സ്വാമി ഈ തർക്കം. അപ്പോ ഈശ്വരനുണ്ടോ ഇല്ലേ എന്നായിരിക്കും അല്ലേ? അതുമല്ല സ്വാമി. എനിക്ക് തർക്കത്തിന് വേണ്ടിയുള്ള തർക്കമായിരിക്കും. അത് നേരം പോക്കിന് കൊള്ളാം. ക്ഷേത്രഭരണത്തെ ചൊല്ലിയാണ് സ്വാമി തർക്കം. ഇക്കാര്യത്തിൽ നാം എന്ത് ചെയ്യാനാ? സ്വാമി സ്ഥലത്തെത്തി എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കി തരണം. നാം വന്നാ വഴക്ക് തീരുമോ? തീർച്ചയായും തീരും സ്വാമി. സ്വാമി തൃപ്പാദങ്ങൾ എഴുന്നള്ളിയാൽ തീർച്ചയായും തർക്കം തീരും. ഇവർക്കൊപ്പം
നീങ്ങല്ലേ? എല്ലാം സ്വാമിയുടെ ഇച്ഛ പോലെ. വെള്ളം തെളിഞ്ഞാലല്ലേ ആകാശം പ്രതിഫലിക്കൂ. വലിയ വീരസം പുലമ്പിയല്ല, എവിടെ കാണുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നടക്കില്ല എന്ന്. ഒന്ന് സമാധാനമായിരിക്കുക, ഗുരു വരും. ഇന്നത്തോടുകൂടി നമ്മുടെ തർക്കം എല്ലാം അവസാനിക്കും. ഇവറ്റകളെ അങ്ങോട്ട് മാറ്റി നിർത്തും. കൊള്ളാലോ, നല്ല ചൈതന്യമുള്ള ക്ഷേത്രം. ദിവസവും പ്രഭാത പൂജ ഞങ്ങളുടെ കണക്കാ സ്വാമി. അത് കൊള്ളാം. സന്ധ്യാദീപാരാധന ഞങ്ങൾ ഭംഗിയായിട്ട് നടത്തി വരുന്നുണ്ട്. അതും കൊള്ളാം. ഈ നിലവിളക്കിലെ നാളങ്ങൾക്ക് എങ്ങോട്ടാ ചായ്വ്? വലത്തോട്ടല്ലേ? കാറ്റിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്നു സ്വാമി. കൊച്ചപ്പി, ഇവരോട് ചോദിക്കുക, ഇവർക്കറിയാം. നിലവിളക്കിലെ നാളം ഇപ്പോ ഏത് ദിശയിലാണ്? ഇപ്പോൾ ഇടത്തോട്ടാണ് ചാഞ്ഞ് കാണുന്നത്. അല്പം മുൻപോ? അല്പം മുമ്പ് വലത്തോട്ടായിരുന്നു. ആട്ടെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വലത്തോട്ടാ കൂടുതലും ചായ്വ്. ഇപ്പം വടക്കം കാറ്റാ വീശുന്നത്, അതുകൊണ്ടായിരിക്കും. കാറ്റ് എങ്ങോട്ട് വീശിയാലും നാളം എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് വെട്ടം കിട്ടണം, അല്ലേ വൈദ്യരെ? വിളക്കിലെ നാളം തിരിയുന്നു നോക്കി സമയം കളയാതെ അത് കെടാതെ സൂക്ഷിക്കണം. പുറംവിളക്കിലെ നാളം പോലെ ഉള്ളിലെ ജ്ഞാനദീപവും പ്രകാശിച്ചു നിൽക്കണം. അവർ ആരാണ്? എന്തിനാണ് ദൂരെ നിൽക്കുന്നത്? അകത്തേക്ക് വരാലോ. അവർ പുലരാണ് സ്വാമി. അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. തൃപ്പാദങ്ങളെ കാണാമെന്നതാ. തൃപ്പാദങ്ങൾ വരുന്നു എന്നറിഞ്ഞ് വന്നതാണെങ്കിലും ക്ഷേത്രത്തിൽ കയറാൻ കഴിയില്ല. നമ്മെ കാണാൻ തടസ്സമില്ല, ദൈവത്തിനെ ദർശിക്കാനാണ് തടസ്സം, അല്ലേ? മുമ്പ് നിങ്ങൾക്കും ദൈവദർശനം വിലക്കപ്പെട്ടിരുന്നു. അത് മറന്നിട്ടില്ല സ്വാമി. നമുക്ക് കിട്ടുന്നതൊക്കെ മറ്റുള്ളവർക്കും കൊടുക്കാൻ ശീലിക്കണം. അതാണ് മനുഷ്യത്വം, കാരുണ്യം. പറയാനും കേൾക്കാനും സുഖമുണ്ട്, പക്ഷേ
അവരെ കൂടി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചാലോ? പാവങ്ങൾ, അവരും മനുഷ്യരല്ലേ? പുലേരെ ഞങ്ങളുടെ കോവിൽ കയറ്റിയ വിഷമമുള്ള കാര്യമാണ്. തൃപ്പാദങ്ങൾ അങ്ങനെ കൽപ്പിക്കരുത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് ഉറച്ചതാണോ? അതെ സ്വാമി, അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ആ അതെ. തൃപ്പാദങ്ങൾക്ക് മറ്റൊന്നും തോന്നരുത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. ക്ഷേത്രകാര്യങ്ങളിൽ നല്ല സജീവമാണല്ലേ? എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഞങ്ങൾക്കാണ് കൂടുതൽ ശുഷ്കാന്തി. അപ്പോ ദേവപ്രീതി കൂടുതലായിരിക്കും. എല്ലാരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ചിലർക്കൊക്കെ ചില അസഹിഷ്ണുതയുണ്ട്. ദൈവത്തിന്റെ പേരിലും ഈർഷ്യയും അസഹിഷ്ണുതയും. എങ്കിലും ഞങ്ങൾ വിട്ടുകൊടുക്കാറില്ല. അപ്പോ ആരുടെ മുന്നിലും മുട്ടുമടക്കാറില്ല. ഞങ്ങളുടെ ഭാഗത്താണ് പൂർണ്ണമായി ശരി. പിന്നെന്തിന് ഞങ്ങൾ മുട്ടുമടക്കണം? കൈകാൽ മുട്ടുകൾ ഇടയ്ക്കിടെ മടക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ സന്ധിവേദന വരും. ആട്ടെ, നിങ്ങൾ ദൃഢവിശ്വാസികളാണെന്നാണല്ലോ വാദം. നമുക്കൊരു സന്ദേഹം. എന്താണ് സ്വാമി അരുളണം? സ്ഥാവര വസ്തുവിലോ ജംഗമ വസ്തുവിലോ ഈശ്വരന്റെ ഇഷ്ടസ്ഥാനം? അത് പിന്നെ അത് സ്ഥാവര വസ്തുവില്. അപ്പോ ജംഗമ വസ്തുക്കളിൽ ദൈവമില്ലേ? അതിലും ഉണ്ട് സ്വാമി. അത് നാം മറന്നു. നമ്മെ ക്ഷണിച്ച് ആനയിച്ച് തന്നെ അതിനാണല്ലോ. അത് ശരിയാണ് സ്വാമി. തൃപ്പാദങ്ങൾ കൽപ്പിക്കുന്നതിനു മുമ്പ് ഇവരുടെ നിലപാട് കൂടി അറിയണ്ടേ? തൃപ്പാദങ്ങൾ കൽപ്പിക്കണം. ഇപ്പുറത്തിരിക്കുന്നവർക്ക് അവരെ ക്ഷേത്രത്തിൽ കയറ്റാൻ താല്പര്യമില്ല. നിങ്ങൾക്കോ? എന്നാ ഞങ്ങൾക്കും താല്പര്യമില്ല സ്വാമി. അക്കാര്യത്തിലൊഴിച്ച് മറ്റെല്ലാറ്റിലും ഭിന്നതയാ അല്ലേ? ആ